നമസ്കാരം ഗുരുജി. നമസ്കാരം. നമസ്കാരം. ഞാനവിടെ ബ്രഹ്മലോകത്ത് വന്നപ്പോൾ അതെ, ഒരു നാളിൽ അങ്ങ് അവിടുത്തെ മരങ്ങളെ ഒരു കെട്ടിപ്പിടിക്കനെ കണ്ടു. അവരെ ഒരു നമുക്ക് ഒരു പെറ്റ്സിനെ, വളർത്തുമൃഗത്തിനെ എങ്ങനെ ശുശ്രൂഷിക്കുന്നോ അതേപോലെ ശുശ്രൂഷിക്കണ കണ്ടു. അതിൻ്റെ ഉണങ്ങിയ ഇലകളൊക്കെ പറിക്കുന്നു, മരത്തിന് താലോലിക്കണ പോലെ നമ്മൾ കണ്ടു. എന്താണ് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്? ബ്രഹ്മലോകത്തിൽ മരങ്ങളിനെയും പൂജിക്കുന്നുണ്ടോ? മരങ്ങളിനെയും ഈ ദൈവം പോലെ കാണുകയാണോ? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതായത് നമ്മുടെ വിശ്വാസം അനുസരിച്ച്, അല്ലെങ്കിൽ ഈവൻ എനിക്ക് പറയാം സയൻറ്റിഫിക് റൂൾസ് അനുസരിച്ച് തന്നെ ആദ്യത്തെ സൃഷ്ടി ആയിരിക്കണം ഭൂലോകത്ത് പുൽച്ചെടി വൃക്ഷങ്ങൾ. കാരണം അത് കഴിഞ്ഞ് മൃഗാദികളെയും മനുഷ്യരെയൊക്കെ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളൂ. അതായത് ബ്രഹ്മാവിൻ്റെ ആദ്യത്തെ ക്രിയേഷൻ. കാര്യം ആദ്യം മനുഷ്യനെയോ അല്ലെങ്കിൽ മൃഗങ്ങളെയോ സൃഷ്ടിക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ? അതുകൊണ്ട് തീർച്ചയായിട്ടും ആദ്യ സൃഷ്ടി പുൽച്ചെടി വൃക്ഷങ്ങൾ ആയിരിക്കണം. അപ്പോൾ എന്തുകൊണ്ട് പുൽച്ചെടി വൃക്ഷങ്ങളെ ആരാധിക്കുന്നു എന്നുള്ളതല്ലേ ഞാനവിടെ ആരാധിക്കുന്നുണ്ട്. നമ്മൾ ബ്രഹ്മലോകത്ത് പുൽച്ചെടി വൃക്ഷങ്ങളെ, മരങ്ങൾ, അതിനെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. അതിന് മെയിൻ കാരണം ഇവകളില്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ ആര് തരും ഈ ഭൂമിയിൽ? നമ്പർ 1, നമ്മൾ ശ്വസിക്കുന്ന വായുവിലെ ഓക്സിജൻ നമുക്ക് കിട്ടുന്നത് പുൽച്ചെടി വൃക്ഷങ്ങളിൽ നിന്നാണ്. അത് സയൻസാണ്. പിന്നെ നമുക്ക് നമ്മൾ ആഹാരം കഴിക്കുന്നത് പച്ചക്കറികൾ, അതെല്ലാം ഇതിൽ നിന്നല്ലേ. ഇവർ നമുക്ക് ഓക്സിജൻ തരുന്നു, നമുക്ക് ആഹാരം തരുന്നു. നമുക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും മൃഗവർഗത്തിനും ആഹാരം ഇത് തന്നെയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പല കാരണങ്ങളാണ് നമ്മളവിടെ ഇവരെ നമ്മൾ ആരാധിക്കുകയാണ്. അതിന് ദൈവമായിട്ട് തന്നെ കരുതിയാണ് ആരാധിക്കുന്നത്, അങ്ങനെ തന്നെ കണക്കാക്കിയാണ് ആരാധിക്കുന്നത്. ഇവരെല്ലാം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതെല്ലാം ബ്രഹ്മസൃഷ്ടികളാണ്. ബ്രഹ്മാവിൽ നിന്ന്, അതായത് സൃഷ്ടികർത്താവിൽ നിന്ന് വലിയ വ്യത്യാസമില്ലാതെ ഇവരെല്ലാം ആത്മാക്കളുണ്ടെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. പലരും അതിനെ ഖണ്ഡിച്ചിട്ടുണ്ട്. അവരൊന്നും ആത്മാവില്ല, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ വിശ്വാസമാണ്. ഓരോരുത്തർ ഞാൻ പറയാറുണ്ട്, ഓരോരുത്തർ അവരവരുടെ വിശ്വാസം എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ കൊണ്ടുപോയിക്കോളൂ. നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം എടുത്താൽ മതി, ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിന് ഇത് നമ്മൾ മരങ്ങൾ അല്ലെങ്കിൽ ചെടികൾ, അതിന് ജീവനുണ്ട്. കാര്യം അത് വളരുന്നു, നമുക്ക് ബലം തരുന്നു, അത് കൊഴിഞ്ഞു പോകുന്നു, മരിക്കുന്നു. ഇതെല്ലാം നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കാണാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ജീവനുണ്ട്. ഒരു പക്ഷെങ്കിൽ അതിന് സംസാരിക്കാൻ പറ്റത്തില്ല, ഇരിക്കുന്ന ഇടത്തിൽ നിന്ന് മാറിപ്പോകാൻ പറ്റത്തില്ല. അപ്പോൾ മൃഗങ്ങളും നമ്മളും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇതിന് അത് എവിടെ ഇരിക്കുന്നു അവിടെ തന്നെ ഇരിക്കുകയാണ്. അതിനവിടുന്ന് മാറിപ്പോയി ഒരു കാര്യം നേടാൻ സാധ്യമല്ല. ആ ഒരു ശക്തി അതിന് കൊടുത്തിട്ടില്ല. അത് കുറച്ചുകൂടെ അതിന് ഡെവലപ്പ് ചെയ്ത ഒന്നാണ് മൃഗങ്ങൾ. അവർക്ക് ഇതിനുള്ളതുപോലെയുള്ള ജീവനുമുണ്ട്. യഥേഷ്ടം മാറിപ്പോയി കാര്യങ്ങൾ നേടാനുള്ള പ്രാപ്തിയുമുണ്ട്. മനുഷ്യനാണെങ്കിൽ ഒന്നുകൂടെ കൂടുതലുണ്ട്, മനസ്സുണ്ട്, ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട്, ശക്തിയുണ്ട്. ഒരു പക്ഷേ പല മൃഗങ്ങളിലും നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ വീട്ടിൽ, അതായത് ഇതുകൂടെ ഞാൻ പറയുന്നുണ്ട്, അതായത് മരം കരഞ്ഞെങ്കിൽ മാത്രമേ മഴ വരൂ എന്ന് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ കരഞ്ഞാൽ മഴ വരത്തില്ല എന്നാണ് ഞാൻ പറയുന്നത്. മരം കരയണം. കാരണം എന്താണ്? മനുഷ്യന് നമുക്ക് വേണമെങ്കിൽ മഴയ്ക്ക് അല്ലെങ്കിൽ വെള്ളത്തിന് നമുക്ക് ആറ്റിൽ പോകാം, കടലിൽ പോകാം, വെള്ളം എടുത്ത് ഡീസാലിനേറ്റ് ചെയ്യാം. ഇതിനുള്ള എല്ലാ പവറും നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അവർക്കത് കൊടുത്തിട്ടില്ല. അപ്പോൾ അവർക്ക് മഴ വേണമെന്ന് കരഞ്ഞാൽ ദൈവം മഴ കൊടുക്കും എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ. അവർ കരയണം, മരം കരയണം. അത് ചിലപ്പോഴൊക്കെ എനിക്കൊരു ഒരു ടെസ്റ്റിംഗ് മാതിരിയൊക്കെ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട് ബ്രഹ്മലോകത്ത്. അതായത് ഉണങ്ങി വരണ്ട് നിൽക്കുന്ന സമയം, മഴയില്ലാത്ത സമയം. അപ്പോൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് കണ്ടിട്ട് ഞാൻ ഇറങ്ങി ഇതിനെ പ്രൂൺ ചെയ്യും, ചെടികളെ. പ്രൂൺ ചെയ്യാൻ നമ്മൾ ഇതിൻ്റെ ചില ശീലങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ്, അപ്പോൾ പിന്നെ ഈ വെള്ളം ഓഹസ് വെച്ചിട്ട് വെള്ളം
അതിനടിക്കും. കാര്യം എന്തിനാണ്? അത് ഈ പൊടിപടലങ്ങൾ മാസങ്ങളായിട്ട് നിന്നിട്ട് അതിന് ശ്വസിക്കാൻ ഒക്കുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെള്ളമടിച്ച് ക്ലീൻ ചെയ്യും. അങ്ങനെ ചെയ്ത് നിൽക്കുന്ന ചില സാഹചര്യങ്ങളിൽ അവിടെ ഇടിമിന്നലോടുകൂടി മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്നവരൊക്കെ അത് കണ്ടു നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു വലിയൊരു ബ്രഹ്മദേവ മഹാത്മ്യമാണിട്ട് എന്ന് പലരും അതിനെ പ്രൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എൻ്റെ ഒരു വിശ്വാസമാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ നമുക്ക് തന്നെ ഒരു വീട്ടിൽ നമുക്ക് ചിലപ്പോൾ വെള്ളത്തിന് വളരെ പഞ്ഞമാണ്. നമ്മൾ കാണുന്നതാണ്, പലയിടത്തും വെള്ളമില്ല, ടാങ്കറിൽ വെച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു ബക്കറ്റ് വെള്ളം വീട്ടിലുണ്ടെങ്കിൽ ആദ്യം അത് ഈ പുൽച്ചെടി വൃക്ഷങ്ങൾക്ക് കൊടുക്കണം, അതിൻ്റെ ഒരു ഭാഗം. എന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള പൂച്ച, നായ, അവരെന്തൊക്കെ ഉണ്ടോ, മൃഗങ്ങൾ, പശു, അതിനെല്ലാം കൊടുക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ കുടിക്കാവൂ. നമ്മൾ ആദ്യം എടുത്ത് കുടിച്ച് നമ്മുടെ എല്ലാം എൻ്റെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു പക്ഷേ അവർക്ക് കൊടുക്കുക, എല്ലാവരും ആരോട് ചോദിക്കും? എവിടെ പോകും? മൃഗങ്ങളെയും നമ്മൾ കെട്ടിയിട്ടിരിക്കുകയാണ്. പശുവിനെ ആയാലും ആടിനെ ആയാലും നമ്മൾ കെട്ടിയിട്ടിരിക്കുകയാണ്. അതിനുപോലെ ഓടിപ്പോയിട്ട് കുടിക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ലല്ലോ, മനുഷ്യൻ അനുവദിക്കുന്നില്ലല്ലോ. അപ്പോൾ ആദ്യം അവരെ നോക്കി വേണം നമ്മളിത് ചെയ്യാൻ. ഇത് എൻ്റെ ഒരു വിശ്വാസമാണ്. അപ്പോൾ ഈ കാരണങ്ങളിലെല്ലാമാണ് നമ്മളവിടെ ഈ പുൽച്ചെടി വൃക്ഷങ്ങളെ ആരാധിക്കുന്നത്. അവിടെ ആൽമരമുണ്ട്, അരശുമരമുണ്ട്, നമ്മളതിനെ ആരാധിക്കുന്നു. നമ്മൾ മറ്റുള്ള എല്ലാ വിഗ്രഹങ്ങളെന്ന് വേണമെങ്കിൽ എടുത്തുകൊള്ളൂ, അവിടെയുള്ള അതിനെ ആരാധിക്കുന്നത് പോലെ ഇവിടെയും നമ്മൾ വണങ്ങി ആരാധിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാവിധമായ ഗുണഗണങ്ങളും ബ്രഹ്മലോകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ 2000-ൽ കൂടുതൽ ചെടികൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അതെല്ലാം നല്ല ഫലഭൂയിഷ്ടമായി തന്നെ നിൽക്കുകയാണ്. അവിടുത്തെ നമുക്ക് ബ്രഹ്മലോകത്ത് ഭഗവാൻ പൂജിക്കാനുള്ള, അവിടുത്തെ എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള പൂവെല്ലാം അവിടെ നിന്നുണ്ട്. അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് വെളിയിൽ നിന്ന് മേടിക്കണ്ട. ഒരു വലിയ പുഷ്പാംശമൊക്കെയാണ് ഒരു പക്ഷേ വെളിയിൽ നിന്ന് മേടിക്കുന്നത്. അതല്ലെങ്കിൽ ദിവസം നമുക്ക് പൂജിക്കാം. അവിടെ ധാരാളം പൂക്കളുണ്ട്, ഇലയുണ്ട്, നമ്മൾ ഇലയും അർപ്പിക്കും അവിടെ. അപ്പോൾ ഇതെല്ലാം കാരണം വെച്ചിട്ടാണ് നമ്മൾ ഈ പുൽച്ചെടി വൃക്ഷങ്ങളെ ആരാധിക്കുന്നത്. എക്സ്പ്ലനേഷൻ ക്ലിയർ ആയോ? ക്ലിയറാണ്. നന്ദി. വളരെ സന്തോഷം.